അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമുക്ക് കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാൻ പോവാണ്. എന്താ അതിൻ്റെ പേര്? ഓക്കെ, അതാണ്. അപ്പം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആണോ? ഞാനും ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് നോക്കാം. അത് പേടിയുണ്ടോ? പേടിയുണ്ടെങ്കിലും മിണ്ടാണ്ടിരിക്കുക. ഓക്കെ. അപ്പൊ അമ്മ അത് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഞാനും അച്ഛനും ഇതുവരെ ചെറുപ്പത്തിലോ വലുതായിട്ടോ കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിത് കുക്കിംഗ് പരിപാടി സ്റ്റാർട്ട് ചെയ്യാണ്. വളരെ ഈസിയാണ് കേട്ടോ. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റെഡി അല്ലേ രണ്ടാളും? ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പുറത്ത് നല്ല മഴയാണ്. അച്ഛൻ കട്ടിംഗ് ബോർഡ് കൊണ്ടുപോകുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ? പീലറും കത്തിയൊക്കെ കൊണ്ടുതാ വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കായയുടെ രണ്ട് തലയും വാലും കട്ട് ചെയ്തു. ഓക്കെ ഓക്കെ, ഇനി അതിൻ്റെ അങ്ങനെയാണ് പീലർ. യെസ്, കമോൺ. തോലൊക്കെ കളയാണ് കേട്ടോ. തോല് മുഴുവൻ കളയരുത്. ഓ, അപ്പം ഇത് പച്ചക്കായൻ്റെ തോല് നമ്മൾ തിന്നേണ്ടി വരുമോ? ആണോ? അത് ശരി. എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. എന്നാലും നമുക്കിത് ഇതിൻ്റെ ബാക്കി ഇതിൻ്റെ ഇവരുണ്ടാക്കുന്നതിൽ എനിക്ക് വിശ്വാസം ഉള്ളത് കൊണ്ട് ഞാൻ അധികം ചോദ്യം ചെയ്യുന്നില്ല. നമുക്കിത് ശരിയാ, പഴുത്ത പഴമൊക്കെ ഇങ്ങനെ പുഴുങ്ങി കഴിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കിട്ടാറുമുണ്ട്. ആണോ? അല്ല, അപ്പം ഇത് അങ്ങനെ തിന്നോ അതോ ഇതിന്റെ സൈഡിൽ എന്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ ഇതെങ്ങനെയാ? നമ്മള് ഇതിന്റെ സൈഡിൽ എന്തെങ്കിലും ഉണ്ടോ? ചമ്മന്തിയാ? കാന്താരി ചമ്മന്തി. അതായത് പച്ചപ്പഴം പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയും. എന്ത് ദൈവമേ, കാട്ടുവാസികളായോ? ഓക്കെ, നോക്കാം. ഞാനിത് കഴിച്ചു നോക്കട്ടെ. ഞാനിപ്പം ഇല്ല, മഴ വലിയ പുറത്ത്. അതെ, അപ്പം ഇത് നമ്മുടെ പച്ചക്കായ ഇതുപോലെ മൊത്തം തോല് പോക്കാതെ ഈ ഒരു ലെവലിൽ ഇങ്ങനെ തോല് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അത് നമ്മൾ പയ്യെ കട്ട് ചെയ്യും കേട്ടോ. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ പീലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 പീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അമ്മ അവിടെ ഇത് എന്താ പറയുക, പുഴുങ്ങാനുള്ള വെള്ളമൊക്കെ ചൂടാക്കുന്നുണ്ട്. കുക്കറിലാണ്. എത്ര വെള്ളം എടുത്തു? ഈ 4 മുങ്ങാനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ, പീൽ ചെയ്ത് കഴിഞ്ഞോ? കട്ട് ചെയ്യണ്ട, മുറിക്കൊന്നും വേണ്ടേ? ഓക്കെ, അങ്ങനെ ഇട്ടുട്ടോ. 2 3 4. ഇനി നമ്മളെന്താ ഉപ്പിടുവോ? ഈ 4 വിസിൽ വേണം നമ്മൾ പറയുന്നത്. നമ്മൾ ഉപ്പിടണം. പാകത്തിന് ഉപ്പ് ആഡ് ചെയ്യാൻ പോവാണ്. 1 ടീസ്പൂൺ ടു ടീസ്പൂൺ അല്ല, എന്തായാലും പറയാം, സാധാ സ്പൂൺ 2 പാകത്തിനുള്ള ഉപ്പിട്ടോ. ഇനി ഇത് നമ്മൾ എത്ര നേരം? വിസിൽ വരണം. ഓക്കെ, 4 വിസിൽ വരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് 4 വിസിൽ വന്നതിന് ശേഷം നമ്മൾ കാണിച്ചു തരുന്നതാണ് ഇതിൻ്റെ രൂപം എന്താണ്, ഇത് ഏത് രൂപത്തിലേക്കായി എന്നുള്ളത് കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മുടെ പച്ചക്കായ ഇവിടെ വേവുന്നുണ്ട്. നമ്മളിവിടെ ചെറിയ ഉള്ളി നന്നാക്കുകയാണ്. ഇത് നമ്മുടെ ചമ്മന്തിക്കുള്ളതല്ലേ? ഇതിൻ്റെ ചമ്മന്തിക്ക് വേറെ എന്തൊക്കെയൊക്കെ സാധനം വരുന്നത്? പച്ചമുളക് വേണം, പുളിയും വേണം അല്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ സിമ്പിള്, അതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ അതിൻ്റെ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പയ്യെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയതിനു ശേഷം കാണിച്ചു കേട്ടോ. നമ്മൾ ചമ്മന്തിക്കുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന അത്രയും ചെറിയുള്ളി, പച്ചമുളക്, പുളി, ഉപ്പും പിന്നെന്താ ഇത് അരച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാണ്. അത് ഇതുവരെ വിസിൽ വന്നിട്ടില്ല കേട്ടോ.
വിസിൽ വരാൻ വേണ്ടി ഒരാൾ അവിടെ നിർത്തിയിട്ടുണ്ട്. അതപ്പോൾ ഇപ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ആണോ? ആ അവിടെ ഇതാ ഉപ്പ് ആഡ് ചെയ്യുന്നിട്ട് പാകത്തിന് ആയിട്ടുണ്ട് ഗൈസ്. ഇതാ ഓക്കെ. അപ്പം ഇതിൻ്റെ തോലൊക്കെ ഇനി കുറച്ച് പൊളിക്കാനുണ്ട്. അതൊക്കെ പൊളിച്ചതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഇതാ നമ്മൾ പുറത്തെടുത്ത നല്ല ചൂടുണ്ട്. അപ്പം നമ്മളിതിൻ്റെ തോലൊക്കെ എടുത്ത് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ തോലൊക്കെ മാറ്റിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ ഗൈസ്. നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട്. ഇതാ ഇടൂ. ഇതാണ് നമ്മൾ പഴത്തിൻ്റെ കൂടെ കഴിക്കാൻ പോകുന്ന ചമ്മന്തിയാണ്. എന്തിനാ? വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലേ ഇതിനകത്ത്? അപ്പം വെളിച്ചെണ്ണ ഇതിൻ്റെ നടുക്കൊഴിക്കും എന്നിട്ടോ? ഓഹോ, ഓരോരോ ടെക്നിക്ക്. ഓക്കെ, അതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഇവിടെ ഉണ്ട് അല്ലേ? ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. വെളിച്ചെണ്ണ ഒഴിക്കാൻ അമ്മയ്ക്ക് ടാസ്ക് കളിക്കുന്നത്. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. മിക്സ് ആക്കും. എന്നിട്ട് നമ്മളിത് കഴിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ചമ്മന്തി ആവട്ടെ. ചൂടാകണം. ചൂടാറണം അല്ലേ? ആണോ? പുഴുങ്ങിയ പഴം കഴിച്ചിട്ടുണ്ട്. പച്ചപ്പഴം പുഴുങ്ങിയത് ആദ്യമായിട്ടാണ് കഴിക്കാൻ വന്നത്. ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ. കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ ഇത് കാണുന്നവരെ നമ്മൾ പറ്റിക്കാന്ന് പറയും. കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയും. ബ്രേക്ക്ഫാസ്റ്റോ? ശരി, കഴിച്ചു നോക്കട്ടെ. നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട്. ചമ്മന്തി ആയിട്ടുണ്ട് കാഴ്ച. നല്ല പുളിയുള്ളതുകൊണ്ടേ അടിപൊളി. നല്ല ചമ്മന്തി. അപ്പൊ ഇത് മധുരം ഉണ്ടാവില്ലേ? എന്നാലും അപ്പം ഓക്കെ, എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും കഴിച്ചു നോക്കാം. അമ്മേൻ്റെ ഓരോരോ സാധനങ്ങളെ കഴിച്ചു നോക്കട്ടെ. കഴിച്ച മഴേ കട്ടച്ച ആദ്യം ഇത് കഴിച്ചു നോക്കട്ടെ. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. അല്ലാണ്ടൊന്നും ഇപ്പോൾ ഇത് ചൂടാ. ഇപ്പം കഴിച്ചാൽ ശരിയാവില്ല. ഇപ്പം കഴിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ചൂടാറിയിട്ട് നമ്മൾ ടേസ്റ്റിങ് കാണിച്ചു തരട്ടെ ഗൈസ്. പച്ചപ്പഴം പുഴുങ്ങിയതും ചമ്മന്തിയും. അപ്പം നമ്മുടെ എന്താ ഇനി പറയുക, പച്ചക്കായ പുഴുങ്ങിയതും ചമ്മന്തിയും റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിയോ? ഞാൻ പോയ ഗ്യാപ്പിൽ ആരോ ഫൗൾ അടിച്ചിട്ടുണ്ട്. ആണോ? ഓക്കെ, അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പം ഇവർ രണ്ടാളും ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. ചൂടൊക്കെ പോയില്ലേ? ഓക്കെ, കപ്പ പുഴുങ്ങിയ മോനെ തന്നെ ആണോ? അതിലും ടേസ്റ്റ് നോക്കട്ടെ. കൊള്ളാം. ഒരു വെറൈറ്റി സാധനം. ഈ ചേമ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ലേ? ചേമ്പ് പുഴുങ്ങിയതിൻ്റെ. പക്ഷെ അത്രയും കൊഴുപ്പില്ല. കൊള്ളാം കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാമെന്നൊക്കെ പറയണം കേട്ടോ. ഓക്കെ, പച്ചക്കായ പുഴുങ്ങിയതും ചമ്മന്തിയും. ആ ചമ്മന്തി വരുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഓക്കെ, ഞങ്ങൾക്ക് കാന്താരി മുളക് കിട്ടിയില്ല കേട്ടോ. ഞങ്ങൾ കാന്താരി മുളക് ഉണ്ടെന്ന് വിചാരിച്ചു. ചെടി പോയി നോക്കിയപ്പോൾ ഒക്കെ പൂവേ ഉള്ളൂ. ഒന്നും എന്തായാലും പറയുക, കായായിട്ടില്ല. അപ്പം ഞങ്ങൾ വലിയ 2 മുളക് പറിച്ചിട്ട് അതിന് പകരം കാന്താരി കിട്ടിയാൽ കുറച്ചും കൂടിയും ടേസ്റ്റ് ഉണ്ടാവും, എരിവും കൂടും. ഓക്കെ, ഇത് കൊള്ളാം. വെറൈറ്റി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഗൈസ്. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷം. പച്ചക്കായ പുഴുങ്ങിയതും ചമ്മന്തിയും. ഓക്കെ ഗൈസ്, വേവിക്കാം. ഞങ്ങൾ 3 വിസിലിന് എടുത്തു കേട്ടോ ഗൈസ്. ഞങ്ങൾ 4 വിസിലാണ് പറഞ്ഞത്. 3 വിസിലായപ്പോൾ ഞങ്ങൾ എടുത്തു. ശരിക്ക് 1 വിസിലും കൂടി ആവാം അല്ലേ? കുറച്ച് ശരിയാ, ചിലപ്പോൾ അങ്കിപ്പിട്ടായി പോവും, ഉടഞ്ഞും പോവും. ഇത് ഓക്കെയാണ്. കുറച്ചും കൂടിയും ടൈറ്റായിട്ട് ഇങ്ങനെ പറയുക, എന്താ പറയുക, ഇങ്ങനെ ലൂസായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് വിസിൽ അടുപ്പിച്ചോളാം. ഓക്കെ, ശരിയാ. ഇത് നമ്മൾ തേച്ച് കൊടുക്കണം. ഓക്കെ ഗൈസ്,
അപ്പം വെറൈറ്റി ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക, വെറുതെ പറയല്ല, എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ബൈ ബൈ. ബൈ ബൈ.